ഹായ് എവ്രി വൺ, 8th ക്ലാസ് ബയോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിന്റെ മെയിൻ പോയിന്റ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് 4th ചാപ്റ്ററിന്റെ മെയിൻ പോയിന്റ്സ് ഒന്ന് പറയാം. അതായത് എന്തായിരുന്നു 4th ചാപ്റ്ററിന്റെ പേര്? വൈ ക്ലാസിഫിക്കേഷൻ, തരംതിരിക്കുന്നത് എന്തിന് എന്നായിരുന്നു നമ്മുടെ ആ 4th ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാം ഒക്കെ വരികയല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് മെയിൻ പോയിന്റ്സ് മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. അപ്പൊ ഈ ചാപ്റ്ററിനകത്തിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്. അതായത് എന്തിനാണ് ജീവികളെ തരംതിരിക്കുന്നത്. നമ്മൾ പണ്ട് തൊട്ടേ മനുഷ്യന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്തെന്ന് പറയുന്നത്, എല്ലാ വസ്തുക്കളെയും നമ്മൾ തരംതിരിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ആരെയും തരംതിരിച്ചു, പ്ലാന്റ്സിനെ ആനിമൽസിനെ ഒക്കെ തരംതിരിച്ചു. അപ്പൊ അത് തരംതിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ തരംതിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ തരംതിരിവുകൾ എന്ന് പറയുന്നത് നമ്മളെ ജീവികളെ ഐഡന്റിഫൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവയെക്കുറിച്ച് പഠനം നടത്തുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ബയോളജിക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട്, ഒരു ശാഖ തന്നെയുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം എന്ന് വിളിക്കും. അപ്പം ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ജീവജാലങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതുപോലെ തന്നെ അവയെ ക്ലാസിഫൈ ചെയ്യുന്നു, ദെൻ അവയ്ക്ക് നെയിംസ്, പേരുകൾ കൊടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമിയിൽ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മളെ ഇങ്ങനെ തരംതിരിക്കാനായിട്ട് സഹായിക്കുന്ന സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് കീസ് അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള താക്കോലുകൾ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുന്ന ടാക്സോണമിക് കീസിന് ഒരു ഉദാഹരണമാണ് ഡൈക്കോട്ടമസ് കീ. അതായത് ഇവിടെ എന്ന് പറയുന്നത് ഈ ഡൈക്കോട്ടമസ് കീക്കകത്തിൽ ഒരു ഇൻഡിക്കേറ്ററും കാണും, അതിന് 2 പോസിബിലിറ്റീസ് ഓഫ് സെലക്ഷൻ, അതായത് നമുക്ക് സെലക്ട് ചെയ്യാൻ 2 ഓപ്ഷൻസും കാണും. അപ്പൊ ഇങ്ങനെയുള്ള കീസിനെ അല്ലെങ്കിൽ ടാക്സോണമിക് കീസിനെ വിളിക്കുന്ന പേരാണ് ഡൈക്കോട്ടമസ് കീ. അപ്പൊ ഈ ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയ കുറേയേറെ ആൾക്കാരുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ കോൾ ലിനേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ആണ് ടാക്സോണമിയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. ദെൻ അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിന്റെ പിതാവാണ്. അപ്പൊ ബയോളജിയുടെ പിതാവായ അരിസ്റ്റോട്ടിലും ജീവജാലങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. അതായത് ആനിമൽസിനെ ദോസ് ഹു ഹാവ് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ദോസ് ഹു ഡു നോട്ട് ഹാവ് റെഡ് ബ്ലഡ് സെൽസ്, അതായത് ചുവന്ന രക്തമുള്ളവയെന്നും ഇല്ലാത്തവയെന്നും 2ആയിട്ട് ആനിമൽസിനെ തിരിച്ച ആളാണ് ആരെന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ. ദെൻ തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിന്റെ ഫാദറാണ്. അപ്പൊ അദ്ദേഹം പ്ലാന്റ്സിനെ ആനുവൽസ്, ബൈനിയൽസ്, പെരനിയൽസ് എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചു. അതായത് ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ പ്ലാന്റ്സിന് 3ആയിട്ട് തരംതിരിച്ച ആളാണ് ആരെന്ന് പറയുന്നത് തിയോഫ്രാസ്റ്റസ്. ദെൻ അതുപോലെ തന്നെ ചരക എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ ഫാദറാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, 200ഓളം പ്ലാന്റ്സിനെ ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ടാക്സോണമിക്ക് കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരാളാണ് ആരെന്ന് പറയുന്നത് ജോൺ റേ. അദ്ദേഹത്തിന്റെ ബുക്കായ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലന്റാറത്തിനകത്തിൽ 18,000 പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്പീഷീസ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്ന ആളും കൂടിയാണ് ആരെന്ന് പറയുന്നത് ജോൺ റേ. അപ്പൊ ഇവരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സോണമിക്ക് കുറേയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ആൾക്കാരാണ്. എന്നാലും കൂടുതലായിട്ട് വളരെയധികം കാര്യങ്ങൾ ടാക്സോണമിക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത് കോൾ ലിനേഴ്സ്. അതുകൊണ്ട് കോൾ ലിനേഴ്സിനെയാണ് ടാക്സോണമിയുടെ ഫാദറായിട്ട് അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അംഗീകരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അതുപോലെ തന്നെ ജീവജാലങ്ങളെ തരംതിരിച്ചു. അതായത് പല പല തട്ടുകളായിട്ട്, പല പല ലെവലുകളായിട്ട് തരംതിരിച്ചു. അതിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് ഹൈറാർക്കി അല്ലെങ്കിൽ വർഗീകരണ തലങ്ങൾ. ജീവജാലങ്ങളെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിങ്ങനെ തട്ടുതട്ടുകളായിട്ട് തരംതിരിച്ച ഒരാളാണ് ആരെന്ന് പറയുന്നത് കോൾ ലിനേഴ്സ്. ദെൻ അതുപോലെ തന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നതും ആര് തന്നെയാണ്, കോൾ ലിനേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ എന്തായിട്ട് കണക്കാക്കുന്നത്, ടാക്സോണമിയുടെ ഫാദറായിട്ട് കണക്കാക്കുന്നത്. ദെൻ നമ്മൾ ടാക്സോണമിക് ഹൈറാർക്കി ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കുക. അതായത് ഹ്യൂമൻ ബീങ്സിന്റെയും ക്യാറ്റിന്റെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ദെൻ പ്ലാന്റ്സിന്റെ ആണെങ്കിൽ കൊക്കോസ് യൂസിഫറ അല്ലെങ്കിൽ കോക്കനട്ട്, ദെൻ മാഞ്ചിഫറ ഇൻഡിക്ക, അതുപോലെ തന്നെ മാംഗോ, ഇതിന്റെയൊക്കെ ടാക്സോണമിക് ഹൈറാർക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കുക. ദെൻ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞത് ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ചാണ്. ഓരോ ജീവജാലങ്ങളെയും പല സ്ഥലങ്ങളിലും പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പൊ ഒരു ജീവി തന്നെ പല പേരുകളിൽ അറിയപ്പെടുമ്പോൾ നമുക്ക് അവയെ തിരിച്ചറിയാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കാൾ ലിനേഴ്സ് എന്ത് കൊണ്ടുവന്നത്, ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നത്. അതായത് ഓരോ ജീവിക്കും 2 ടേംസ് ഉള്ള ഒരു നെയിം കൊണ്ടുവരിക, 2 പദങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പേര് കൊടുക്കുക. ഈ സിസ്റ്റത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ല. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ജീവജാലങ്ങൾക്കൊക്കെ എന്ത് കൊടുക്കുന്നത്, പേരുകൾ കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള പേരുകളെ എന്തെന്ന് വിളിക്കും, സയന്റിഫിക് നെയിംസ് അല്ലെങ്കിൽ ശാസ്ത്രനാമങ്ങൾ എന്ന് വിളിക്കും അല്ലെ. മനുഷ്യന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് ആണ്. മാഞ്ചിഫറ ഇൻഡിക്കയുണ്ട്, കൊക്കോസ് ന്യൂസിഫറ ഉണ്ട് അല്ലെ. ഇനി പാന്ത്ര ലിയോ, പാന്ത്ര ടൈഗ്രീസ്,
അതായത് ടൈഗറിന്റെ ലയണിന്റെ ഒക്കെ സയന്റിഫിക് നെയിംസ് ആണ്. അപ്പൊ അങ്ങനെ കുറെ ജീവജാലങ്ങളുടെ സയന്റിഫിക് നെയിംസ് ഒക്കെ നമ്മുടെ ബുക്കിനകത്തിലുണ്ട്, അതുകൂടി ഒന്ന് നോക്കുക. ദെൻ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ആണ്, അതായത് ജീവികളുടെ തരംതിരിവുകൾ. ആദ്യമായിട്ട് ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതില് ജീവജാലങ്ങളെ എത്ര ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? 2 കിങ്ഡംസ് ആയിട്ടാണ്. അതായത് കിങ്ഡം അനിമേലിയ ആൻഡ് കിങ്ഡം പ്ലാന്റേ. കിങ്ഡം പ്ലാന്റേ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്ലാന്റ്സ് ആണ് വരുന്നത്. കിങ്ഡം അനിമേലിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആനിമൽസ് ആണ് വരുന്നത്. പക്ഷെ അവിടെ എന്ന് പറയുന്ന ആനിമൽസിനെയും പ്ലാന്റ്സിനെയും മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അല്ലെ, മൈക്രോ ഓർഗാനിസംസിനെ ഒന്നും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ല അത്. ദെൻ അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് കൊണ്ടുവന്നത് റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ ജീവജാലങ്ങളെയും 5 കിങ്ഡംസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗി, പ്ലാന്റേ ആൻഡ് അനിമേലിയ. കിങ്ഡം മൊനീറ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് യൂണിസെല്ലാർ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. എക്സാമ്പിൾ ബാക്ടീരിയ. ദെൻ 2 എന്ന് പറയുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. അവിടെ വരുന്നത് യൂണിസെല്ലാർ ഓർഗാനിസംസ് ആണ്, പക്ഷെ അവര് യൂകാരിയോട്ടിക് ആയിരിക്കും, അതായത് ന്യൂക്ലിയസ് ഉള്ളവയായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് അമീബേക്ക്. ദെൻ 3rd വൺ എന്ന് പറയുന്നത് കിങ്ഡം ഫംഗി. കിങ്ഡം ഫംഗി എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് നോൺ മോട്ടൈൽ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ആയിരിക്കും. യൂണിസെല്ലാർ അല്ലെങ്കിൽ മൾട്ടിസെല്ലാർ ആയിരിക്കും, യൂകാരിയോട്ടിക് ആയിരിക്കും. അപ്പൊ ഇവർക്ക് ക്ലോറോഫിൽ ഒന്നും ഉണ്ടാകില്ല, അതുകൊണ്ട് ഇവരെങ്ങനെയാണ്? ഹെറ്ററോട്രോപ്സ് ആണ്. ദെൻ 4th വൺ എന്ന് പറയുന്നത് കിങ്ഡം പ്ലാന്റേ ആണ്. അവിടെ വരുന്നത് ക്ലോറോഫിലൊക്കെ ഉള്ള ഗ്രീൻ പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയായിരിക്കും? ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ സൊപ്പോഷികളായിരിക്കും. ദെൻ ഇവർക്കും മോട്ടിലിറ്റി അല്ലെങ്കിൽ സഞ്ചരിക്കാനുള്ള കഴിവൊന്നുമില്ല, നോൺ മോട്ടൈലാണ്. ദെൻ ഇവരെങ്ങനെയാണ്? ഇവർ മൾട്ടി സെല്ലാർ ആയിരിക്കും, യൂകാരിയോട്ടിക് ആയിരിക്കും. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കിങ്ഡം അനിമേലിയ ആണ്. കിങ്ഡം അനിമേലിയ പറയുമ്പോൾ തന്നെ അറിയാം, അതിനകത്തിനും മൾട്ടി സെല്ലാർ ഓർഗാനിസംസ് ആണ്, യൂകാരിയോട്ടിക് ആണ്, മോട്ടൈൽ ആണ്, ബട്ട് ഹെറ്ററോട്രോപിക് ആണ്. അതായത് നമുക്ക് ക്ലോറോഫില്ലൊന്നും ഇല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ പരപോഷികൾ അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സിന്റെ കൂട്ടത്തിലാണ് വരുന്നത്. പിന്നീടുള്ള സ്റ്റഡീസ് നമുക്ക് കാണിച്ചു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്ടീരിയ എല്ലാ തരത്തിലുള്ള ബാക്ടീരിയകളും ഒരുപോലെയല്ല. അതിനകത്തിൽ ഒരു കൂട്ടരുണ്ട്, ആർക്കിയ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു കൂട്ടര്. അവര് എങ്ങനെയാണ്? മറ്റു ബാക്ടീരിയകളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് പിന്നീട് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടി മാറിയിട്ട് കോൾ വൗസ് എന്ന് പറയുന്ന ഒരാള് എന്ത് ചെയ്തു? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അതായത് ആ ആർക്കിയ ബാക്ടീരിയ എന്ത് ചെയ്തു? മറ്റൊരു കിങ്ഡം ആയിട്ട് ഉൾപ്പെടുത്തി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് 6 കിങ്ഡംസ് വന്നു. ഏതൊക്കെയാണ് 6 കിങ്ഡംസ് എന്ന് പറയുന്നത്? കിങ്ഡം ആർക്കിയ, കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റേ ആൻഡ് അനിമേലിയ. ദെൻ അത് കൂടാതെ തന്നെ കിങ്ഡത്തിന് മുകളിലായിട്ട് മറ്റൊരു ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ കൂടി വന്നു. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. അപ്പൊ 3 ഡൊമൈനും ഉണ്ട്, 6 കിങ്ഡംസും ഉണ്ട്. അപ്പൊ 3 ഡൊമൈൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ യൂക്കാരിയ. അപ്പൊ ഡൊമൈൻ ബാക്ടീരിയക്കകത്തിൽ വരുന്ന ആരാണ്? കിങ്ഡം ബാക്ടീരിയ ആണ്. ദെൻ ഡൊമൈൻ ആർക്കിയക്കകത്തിൽ വരുന്നത് കിങ്ഡം ആർക്കിയാണ്. ദെൻ ഡൊമൈൻ യൂക്കാരിയക്കകത്തിൽ വരുന്നത് ആരൊക്കെയാണ്? പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റേ ആൻഡ് അനിമേലിയ. അപ്പൊ ഈ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആളാണ് കോൾ വൗസ്. അപ്പൊ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നപ്പോഴത്തേക്ക് 6 കിങ്ഡംസും വന്നു. ദെൻ അതിന് മുകളിൽ ഒരു ഡൊമൈൻ കൂടി. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞത് ടാക്സോണമിക് ഹൈറാർക്കി എങ്ങനെയായിരുന്നു? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിങ്ങനെയായിരുന്നു അല്ലെ. അപ്പൊ അതിന് മുകളിൽ ഒരു ലെവൽ കൂടി വന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. 3 ഡൊമൈനും ഉണ്ട്, 6 കിങ്ഡംസും ഉണ്ട്. അപ്പൊ ആ 6 കിങ്ഡംസിന് താഴെയാണ് ബാക്കി എല്ലാ ജീവജാലങ്ങളും വരുന്നത്. അപ്പം നമ്മുടെ ഭൂമിയിലുള്ള മിക്കവാറും ജീവജാലങ്ങളെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. പക്ഷെ വൈറസുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോൺ സെല്ലാർ ആണ് അല്ലെ. പ്രത്യേകിച്ച് സെല്ലെന്നൊന്നും പറയാൻ അവർക്കില്ല. ലിവിങ്ങിലും നോൺ ലിവിങ്ങിലും ഒന്നും കൂട്ടാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അവരെ എന്ത് ചെയ്തിട്ടില്ല? ഈ കിങ്ഡംസിനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അവരൊരു സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? അവര് സെല്ലുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരെ ഈ കിങ്ഡംസിലൊന്നും ഉൾപ്പെടുത്താത്തത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിച്ചത്. അപ്പൊ ജീവികളെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവയെ കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവയെ ഐഡന്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാനോ അല്ലെന്നുണ്ടെങ്കിൽ അവയെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താനോ ഒക്കെ കഴിയും അല്ലെ. ഇനി അതുപോലെ തന്നെ ഈ ജീവജാലങ്ങൾക്ക് പേരുകൾ, അതായത് ലോകം മൊത്തം അംഗീകരിച്ചിരിക്കുന്ന ഒരു പേര് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇന്ന് ആ പേര് പറഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജീവികളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. അപ്പം ഈ ക്ലാസ്
ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം. അപ്പൊ ഇത്രയും മെയിൻ പോയിന്റ്സ് ആണ് ഇതിലുള്ളത്. ദെൻ ബാക്കി ആ ടാക്സോണമിക് ഹൈറാർക്കി ഒന്നും എഴുതുന്നത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കുക. പിന്നെ കുറെ ജീവജാലങ്ങളുടെ സയന്റിഫിക് നെയിംസ് ഒക്കെ ഉണ്ട്, അതുകൂടി ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനകത്തിലെ മെയിൻ പോയിന്റ്സ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.